ഇതിനായി ബന്ധപ്പെടേണ്ട നമ്പർ 8592866748, മറ്റൊന്ന് 9847294090. കടലിൽ കപ്പൽ മുങ്ങിത്തായുന്ന സംഭവത്തിൽ കേസെടുത്ത് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ്. കൊച്ചിക്ക് പടിഞ്ഞാറ് അപകടത്തിൽപ്പെട്ട MSC എൽസ കപ്പൽ കടലിൽ മുങ്ങിത്തായുന്ന സംഭവത്തിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തു. കപ്പൽ കമ്പനി 1-ാം പ്രതിയും ഷിപ്പ് മാസ്റ്റർ 2-ാം പ്രതിയും കപ്പൽ നാവികരും ജീവനക്കാരും 3-ാം പ്രതിയുമായാണ് കേസ്. മത്സ്യത്തൊഴിലാളിയായ ആലപ്പുഴ നീർക്കുന്നം തെക്കുമുറിയിൽ സി ഷാജിയുടെ പരാതിയെ തുടർന്നാണ് കോസ്റ്റൽ പോലീസ് FIR ഇട്ടത്. കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ TS ശിവകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇന്ത്യൻ ന്യായ സംഹിത 282, 285, 286, 287, 288, 3-5 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നിയമ നടപടികൾ. ജൂൺ 9 ബേപ്പൂരിന് പടിഞ്ഞാറ് തീപിടിച്ച് സിംഗപ്പൂർ കപ്പൽ വാൻകായ് 503 എതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. MS കമ്പനിയുടെ ലെസ്ബിയൻ പതാക കപ്പൽ എൽസ 3 മെയ് 24 ഉച്ചയ്ക്കാണ് കൊച്ചിക്ക് പടിഞ്ഞാറ് കണ്ടെയ്നർ കടലിൽ വീട് ചെരിഞ്ഞതും 25 മുങ്ങിത്താഴുകയും ചെയ്തത്. തീപിടുത്ത സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്നറിഞ്ഞ് പ്രതികൾ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാകും വിധം ഉദാസീനമായും അപാകമായും ചരക്ക് കപ്പൽ കൈകാര്യം ചെയ്യുകയും കപ്പൽ മുങ്ങിത്താഴുകയും ചെയ്തു. കണ്ടെയ്നറുകളിൽ നിന്ന് വിനാശകരമായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളടക്കം പുറന്തള്ളപ്പെട്ടത് മൂലം പരിസ്ഥിതി പ്രശ്നങ്ങൾക്കിടയാക്കി. ഇത് പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടത്തിനും യാനങ്ങളുടെ അടക്കം പൊതുസഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിച്ചതുമായാണ് കേസ്. കപ്പലിനെതിരെ കേസെടുക്കില്ലെന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സർക്കാർ. സംസ്ഥാന തുറമുഖ മന്ത്രിയുടെ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. തീരത്ത് തുടർച്ചയായി 2 കപ്പൽ അപകടങ്ങളുണ്ടായതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളി സമൂഹം സ്വയം ജീവിത രക്ഷയ്ക്കായി മുന്നിട്ടിറങ്ങുകയാണ് ചെയ്തത്. അതേസമയം ദുർബലമായ ഒപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളതെന്ന ആക്ഷേപം മത്സ്യമേഖലയിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.